ഹലോ, എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു എഗ്ലെസ് ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ ആക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നമ്മളൊരു സ്ട്രെയിനറിലേക്കാണ് ഇത് ഇടുന്നത്, ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈവണായിട്ട് മിക്സായി കിട്ടും. ഒരു 1/2 കപ്പിലും കുറവായിട്ട് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. നല്ല കാഡ്ബറീസിൻ്റെ നല്ല കൊക്കോ പൗഡർ എടുത്തിരിക്കുന്നത്. അതുപോലെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 1/2 ടീസ്പൂണിൽ കുറവായിട്ട് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതൊന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ടൊന്ന് നമ്മൾ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ കൊക്കോ പൗഡറിലൊക്കെ എന്തെങ്കിലും കല്ലോ അല്ലെങ്കിൽ തരിതരിപ്പില്ല പാർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് ഫിൽറ്റർ ചെയ്തിട്ട് അതൊന്ന് സ്പൂൺ വെച്ച് ഉടച്ച് കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഇതുപോലെ ഇരിക്കും. അപ്പോൾ നമ്മളിതൊരു 2-3 തവണ, ഒരു 3 തവണയെങ്കിലും മിനിമം നമ്മളിത് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പോഴേക്കും ഇത് ഈവണായിട്ട് മിക്സായി കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു മാറ്റമുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഞാനും ഇത്ര ഒരു പ്രോസസ്സ് ആവശ്യമുണ്ടോ വെച്ച് വെറുതെ ഒന്ന് തവി വെച്ച് മിക്സ് ചെയ്യായിരുന്നു. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു വ്യത്യാസം ഉണ്ട് അതിൻ്റെ മിക്സിങ്ങിൽ. അപ്പോൾ ഇതുപോലെ 2 ബൗൾ എടുത്തിട്ട് തിരിച്ചും മറിച്ചും നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ നമ്മൾ വീഡിയോ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റെസ്പോൺസ് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. അതിൻ്റെ ലോങ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇട്ടിരിക്കുന്നത്. പ്രോമിസ് ചെയ്ത പോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ആക്കി നോക്കുക, നല്ല കേക്കാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ 3 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതിനെ കണ്ടാൽ മനസ്സിലാവും ഫുള്ളായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഈ പൗഡറെല്ലാം നന്നായി മിക്സായി ഇതുപോലൊരു കളറിലേക്ക് നമുക്ക് കിട്ടും. ഇനി വേറൊരു ബൗളിലേക്ക് മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മളൊരു 1/2 കപ്പ് പാൽപ്പൊടി അല്ലെങ്കിൽ മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ്, ഞാൻ ഡയറി മിൽക്കാണ് കേട്ടോ, ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂണോളം. അത് കഴിഞ്ഞിട്ട് നല്ല ചൂട് പാല് നമ്മൾ കുറച്ചായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 3/4 കപ്പോളം വേണ്ടി വരും. അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ലംസ് ഒന്ന് ഫോം ചെയ്യാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി നമുക്ക് കുറച്ചായിട്ട് പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം പാല്. അപ്പോൾ അങ്ങനെ നമ്മൾ 1 കപ്പ് ഫുള്ളായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം മിക്സ് ചെയ്ത് ഞാൻ അതിനകത്തേക്ക് ബാക്കിയുള്ള പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കുക. നല്ല ചൂട് പാലാണ് നമ്മൾ ഒഴിക്കേണ്ടത്. അപ്പോൾ ഇത് തണുക്കാൻ മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ബട്ടറും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. 1.25 കപ്പ് പഞ്ചസാരയാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. ബട്ടർ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ ജസ്റ്റ് ഹാൻഡ് ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബീറ്റർ വെച്ച് സാധാ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരും, ഫ്ലഫി ആയി വരും. അതുവരെ നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അത് ഏകദേശം ഈ ഒരു ടെക്സ്ചറിൽ വരും. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് കുറച്ചായിട്ട് പഞ്ചസാര ആഡ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കും. ഒറ്റയടിക്ക് ഇടാൻ പാടില്ല, കുറച്ചായിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതൊക്കെ ബേസിക് എല്ലാ കേക്കും ആക്കുന്നതിൻ്റെ റൂൾ തന്നെയാണ്. ഇത് കുറച്ച് വ്യത്യാസം വന്നത് നമ്മൾ പാൽപ്പൊടി ആഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പം നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ കേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എഗ്ഗ് ഉപയോഗിച്ചിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പോയി നോക്കുക, അതും നല്ല ടേസ്റ്റാണ്. അതിൽ ഞാൻ റിംഗ് കേക്ക് ആക്കിയിരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ ഷേപ്പ് വരും, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത പഞ്ചസാരയും ബട്ടറിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈ പാൽപ്പൊടീൻ്റെ പാലിൻ്റെ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേ ബീറ്റർ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുറച്ചായിട്ട് നേരത്തെ അരിച്ചു വെച്ച പൊടികൾ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഭാഗം ഞാൻ കുറച്ച് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. ഇച്ചിരിയായിട്ട് വേണം മിക്സ് ചെയ്ത് വെക്കാൻ. പിന്നെ ഞാൻ ഇവിടെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത് കേട്ടോ, ഗ്യാസിൽ തന്നെയാണ്. വലിയൊരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനൊരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ മണലുണ്ട് കേട്ടോ. അത് ഒരു 5 മിനിറ്റ് നല്ല ചൂടാവാൻ വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ ബാറ്റർ ഒരു അലുമിനിയം ടിന്നിൽ ഒഴിച്ചിട്ട് ബേസിൽ ഒഴിച്ചിട്ട് നന്നായി തട്ടി കൊടുത്തിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം 45 മിനിറ്റ്സ് നമ്മൾ വെച്ച് കൊടുക്കണം. ഞാൻ സിമ്മിൽ തന്നെയാണ് വെക്കുന്നത്. ഓക്കെ, മീഡിയം ടു സിമ്മിൽ വെച്ചാൽ മതി. ഇനി നമ്മൾ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് പോലത്തെ എന്തെങ്കിലും ഇട്ടിട്ട് അതിൻ്റെ വേവ് നോക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മളെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ ഗാർണിഷിങ് ചെയ്യുന്നത്. ഗാർണിഷിങ്ങിൽ ഞാനൊരു എക്സ്പേർട്ട് അല്ല കേട്ടോ, ജസ്റ്റ് ചെറിയൊരു എനിക്കറിയാവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഡയറി മിൽക്കിൻ്റെ മിനി പാക്ക് കിട്ടുള്ളൂ, അത് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏകദേശം ഒരു 20 ചോക്ലേറ്റ് വരും. അതുപോലെ തന്നെ നമ്മൾ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ഞാൻ
വൈറ്റ് ഗനാഷ് ആക്കാൻ വേണ്ടിയിട്ട് ഈ മിൽക്കി ബാർ ഉണ്ടല്ലോ, വൈറ്റ് ചോക്ലേറ്റ്, അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നന്നായിട്ട് അതൊന്ന് തിളച്ച് വരണം കേട്ടോ. ഫ്രഷ് ക്രീം നന്നായിട്ട് തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ ഒരു പാർട്ടിലേക്ക് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഇട്ടിട്ട് മിക്സ് ചെയ്യും. അതിൻ്റെ ഒരു പാർട്ട് ഈ തിളക്കുന്ന ഫ്രഷ് ക്രീമിലേക്ക് നമ്മൾ ഈ ബ്രൗൺ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കും. അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ 2 പാർട്ടായി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതൊന്ന് തണുക്കാൻ വെച്ചാൽ മതി. അപ്പോൾ തന്നെ അതിലേക്ക് മെൽട്ടായിട്ട് മിക്സായി വന്നോളും. അപ്പോൾ നമ്മളിത് കുറേ സമയം കഴിഞ്ഞ് ഇങ്ങനെ ഇളക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഇത് മിക്സായി വരും. അപ്പോൾ കേക്ക് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനും ഇതുപോലെ ഗാർണിഷിംഗ് ഒക്കെ ചെയ്യാൻ. അതുപോലെ പാരലലി ഞാൻ കുറച്ച് ഷുഗർ സിറപ്പും ആക്കിയിട്ടുണ്ടായിരുന്നു. അത് സിമ്പിളാണ്, അറിയാലോ. ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ ആൻഡ് ഷുഗർ എടുത്തിട്ട് നമ്മളൊന്ന് നന്നായി തിളപ്പിച്ചെടുത്താൽ മതി. ഒരുപാട് കട്ടിയൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ തണുത്ത് കഴിഞ്ഞിട്ട് കേക്കിനെ ഒന്ന് ഡീമോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ താഴെ നമ്മൾ പാച്ച്മെൻറ്റ് പേപ്പറൊക്കെ വെച്ചുകൊണ്ട് ഈസി ആയിട്ട് അത് ഇളകി വന്നു. അപ്പോൾ ഇതുപോലെ ചെയ്താൽ നമ്മൾ നല്ല ഷേപ്പിൽ തന്നെ കേക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റാണ് കേട്ടോ. തൊടുമ്പോൾ തന്നെ അറിയാലോ, നന്നായി വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ ഗാർണിഷിംഗ് ആണ് ഇതിൻ്റെ മുകളിൽ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഫാൻസി സാധനങ്ങളൊന്നും ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ട് ബട്ട് വളരെ ടേസ്റ്റി ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പം ഒത്തിരി ഡെക്കറേഷൻസ് ഒന്നും എനിക്ക് പേഴ്സണലി അറിയില്ല. അപ്പം നമ്മളൊരു റൊട്ടേറ്റിംഗ് ടേബിളും അതിനാവശ്യമുള്ള നൈഫും സാധനങ്ങളൊക്കെ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടമുള്ള ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ റൊട്ടേറ്റിംഗ് ടേബിളിൽ വെച്ചിട്ട് കേക്ക് 2 പീസായിട്ട് നല്ല മിഡിൽ നിന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണം നമ്മൾ ബാക്കി സെൻറ്ററിലേക്ക് വേണം ബാക്കിയെല്ലാം ഗാർണിഷിങ് ഇതൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ടോപ്പിലും ചെയ്യുകയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇത് തന്നെ നമുക്ക് വെറുതെ കഴിക്കാം കേട്ടോ. പക്ഷേ കുട്ടികൾക്കൊക്കെ ജനറലി ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലാക്കിയിട്ട് കൊടുക്കുമ്പോൾ ഇഷ്ടം. അപ്പം ഞാൻ ആ ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കി എന്താ വെച്ചാൽ കേക്ക് ഭയങ്കര സോഫ്റ്റാവും അല്ലേ, നല്ല സോഫ്റ്റാവും. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കാണ്ട് നമുക്കിത് എടുത്ത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ താഴെ ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു ബേസ് വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതെനിക്ക് അത്ര ചെയ്തു വരുമ്പോഴാണ് ഐഡിയ കിട്ടിയത്. അങ്ങനെയാണല്ലോ നമ്മൾ വാങ്ങുന്ന കേക്കൊക്കെ ഉണ്ടാവുക. അല്ലെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ ഇച്ചിരി പാടാണ്. ഓക്കെ, ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ വൈറ്റ് ഗനാഷും അതേപോലെ ബ്രൗൺ ചോക്ലേറ്റ് ഗനാഷും ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ മുകളിലത്തെ ലെയർ വെച്ചിട്ട് ഇതേപോലെ ബാക്കിയുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് അതേപോലെ ബ്രൗൺ ഗനാഷ് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് വീണ്ടും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റൊട്ടേറ്റിംഗ് ടേബിളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും വെറുതെ നമ്മൾ പ്ലേറ്റിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസ് ഒന്നും ആവശ്യമൊന്നുമില്ല. പക്ഷേ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും പിന്നെ ഒരു എളുപ്പത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് വാങ്ങിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ സൈഡിലേക്കും എല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിന് മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കുറച്ചൊരു വൈറ്റ് ഇത് കൊടുത്തിട്ടുണ്ട്, വൈറ്റ് ഗനാഷ് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ ഒരു 1-1.5 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കിത് നല്ല തണുപ്പ് വന്ന് സെറ്റായി കഴിയുമ്പോൾ ഗനാഷൊക്കെ ഒന്ന് സെറ്റാവും. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ സോഫ്റ്റാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക്